بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ അതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള പാരായണം ശരിയായ വിധത്തിൽ നിർവഹിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അഹ്കാമുൽ മീമി സാക്കിന. സാക്കിനത്തായ മീം വ്യക്തമായി അതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുക എന്നത്. അഹ്കാമുൽ മീമി സാക്കിന. എന്നാൽ അഹ്കാമുൻ നൂനി സാക്കിന വ തൻവീൻ നമ്മൾ മനസ്സിലാക്കിയതാണ് പൂർണ്ണമായും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ. ഇനി സുക്കൂൻ നൽകപ്പെട്ട മീമിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. സുക്കൂൻ നൽകപ്പെട്ട മീം, അതിൽ ഒന്നാമത്തേത് അൽ ഇദ്ഗാം, രണ്ടാമത്തേത് അൽ ഇഖ്ഫാ, മൂന്നാമത്തേത് അൽ ഇൽഹാർ. ഇതാണ് മൂന്ന് നിയമങ്ങൾ. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഒരു ഹർഫിനെ മറ്റൊരു ഹർഫിലേക്ക് പൂർണ്ണമായും കൂട്ടി ലയിപ്പിച്ച് ശബ്ദ നൽകപ്പെട്ട ഒരക്ഷരമായി ഉച്ചരിക്കുക എന്നതാണ് കാര്യമായും ഉദ്ദേശിക്കപ്പെടുന്നത്. എന്നാൽ ആ ലയിപ്പിക്കൽ പൂർണ്ണവുമാവാം അപൂർണവുമാവാം. അത് ഇദ്ഗാം ബിഗുന്നയിൽ വെച്ച്, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാ ഗുന്ന, അവിടെ വെച്ചും നമ്മൾ കുറേ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ സക്കിന മീമിന് ശേഷം മീമ് വന്നു കഴിഞ്ഞാൽ ഇദ്ഗാം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഇതല്ലാത്ത ഇദ്ഗാമുകൾ വേറെയുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ സന്ദർഭത്തിൽ മനസ്സിലാക്കാം. ഇവിടെ تدغم الميم الساكنة إذا أتى بعدها حرف واحد وهو الميم مع تطويل الغنة أكمل ما تكون. ഉദാഹരണമായി ലകും മാ ലഹും മിനല്ലാഹ് പറയുന്നത് സാക്കിനത്തായ മീമിനെ, സുക്കൂൻ നൽകപ്പെട്ട മീമിനെ അതിനുശേഷം ഒരൊറ്റ അക്ഷരം മാത്രം, അതായത് മീമ് തന്നെ, ഹറക്കത്തുള്ള മറ്റൊരു മീമ് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായ ഗുന്നത്ത്, അല്പം ഗുന്നത്ത് കൂടുതൽ നൽകിക്കൊണ്ട് ഉച്ചരിക്കണം. അങ്ങനെ പറയാൻ കാരണം ലക്കും എന്ന് പറയുന്ന മീമ് തന്നെ അടിസ്ഥാനമായി അതിൽ ഗുന്നത്തുണ്ട്, സാക്കിനത്തായ മീം. വീണ്ടും മീമ് വരികയാണ്. അപ്പോൾ മീമും ചേർത്ത് ഷദ്ദുള്ള ഒറ്റ മീമാക്കി മാറ്റി മണിച്ച് ഉച്ചരിക്കുന്നു. ആ മണിക്കൽ പൂർണ്ണമാണ്. ഇവിടെ ഈ ഇദ്ഗാം ഇത് ഷഫവിയാണ് എന്ന് പറയാം. ഇദ്ഗാം ഷഫവി, കാരണം ചുണ്ടിൽ നിന്നുള്ള അക്ഷരമാണ് മീമ്, ഷഫവിയായ ഹർഫാണ് മീമ് എന്നതുകൊണ്ട്. ഇനി ഇദ്ഗാം മിസ്ലൈനി സഗീർ എന്നും പറയാം, അല്ലെങ്കിൽ ഇദ്ഗാമുൽ മുതമാസിലൈനി സഗീർ എന്നും. മുതമാസിലൈൻ, മിസ്ലൈൻ എന്നൊക്കെ പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്, ഒന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മിസ്ലൈനി അല്ലെങ്കിൽ മുത്തമാസിലൈനി എന്ന് പറയുന്നത് ഒരേ ഹർഫ് തന്നെ ആവർത്തിച്ചു വരുന്നു എന്നതുകൊണ്ടാണ്. അത് വിശദമായി നമ്മൾ പിന്നീട് മനസ്സിലാക്കും ഇൻഷാ അല്ലാഹ്. സഗീർ എന്ന് പറയുന്നത് ആദ്യ അക്ഷരം സാക്കിനും രണ്ടാമത്തെ അക്ഷരം മുതഹർരിക്കും ആകുമ്പോഴാണ് സഗീറായ ഇദ്ഗാം എന്ന് പറയുന്നത്.
അപ്പോൾ അങ്ങനെയും ഇതിന് പേര് നൽകാം. ഇനി വെറും ഇദ്ഗാം എന്ന് മാത്രം പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഇദ്ഗാം ഷഫവി. ഇനി ഇദ്ഗാം ബിഗുന്ന എന്നും അപൂർവമായി പറയാം, അങ്ങനെയും പറയാം. കാരണം ഗുന്നത്തോടു കൂടിയുള്ള ഇദ്ഗാമാണ് ഇവിടെ. എന്നാൽ അങ്ങനെ പേര് സാധാരണയായിട്ട് പറയാറില്ല. അത് പറയൽ എവിടെയാണ്? ഇദ്ഗാമുൻ നൂനി സാക്കിന വത്തൻവീനിലാണ്. യൻമു, യാ, നൂന്, മീം, വാവ് എന്നീ അക്ഷരങ്ങളിലേക്ക് ഇദ്ഗാം ചെയ്തു ഉച്ചരിക്കുന്നിടത്താണ് ഇദ്ഗാം ബിഗുന്ന എന്ന് പറയാറുള്ളത്. ഇവിടെ യഥാർത്ഥത്തിലും ഇദ്ഗാം ബിഗുന്ന തന്നെയാണ്. മണിച്ചുകൊണ്ട് ലയിപ്പിക്കുന്നു, മണിച്ചുകൊണ്ട് ലയിപ്പിക്കുക എന്ന കാര്യമാണ് ഇവിടെയും. അതുകൊണ്ട് ഇതും ഇദ്ഗാം ബിഗുന്ന തന്നെയാണ്. പക്ഷെ സാധാരണ നിലക്ക് അങ്ങനെ ഒരു പേര് പറയാറില്ല. ഒന്നുകിൽ ഇദ്ഗാം ഷഫവി, അല്ലെങ്കിൽ ഇദ്ഗാം മിത്ലൈൻ സഗീർ, അല്ലെങ്കിൽ ഇദ്ഗാമുൽ മീമി സാക്കിന എന്ന് മാത്രം പറയാവുന്നതുമാണ്. രണ്ടാമത്തെ ഹുക്മാണ് അൽ ഇഖ്ഫ. രണ്ടാമത്തെ ഹുക്മ് അൽ ഇഖ്ഫ. അഖ്ഫ യുഖ്ഫി ഇഖ്ഫാഅൻ വഹുവ ളിദ്ദു അദ്ഹറ യുദ്ഹിറു ഇദ്ഹാറൻ. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ അസ്സത്രു, സത്ർ, മറച്ച് വെക്കുക, ഒളിപ്പിച്ച് വെക്കുക, ഗോപ്യമാക്കുക. ഇതാണ് ഭാഷയിൽ ഇഖ്ഫാഇൻ്റെ അർത്ഥം. സാങ്കേതികമായി ഇഖ്ഫ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നുത്ഖും ബിഹർഫിൻ ബിസിഫത്തിൻ ബൈനൽ ഇൽഹാരി വൽ ഇദ്ഗാമി. അക്ഷരം ഉച്ചരിക്കലാണ്. അത് ഇൽഹാറിൻ്റെയും ഇദ്ഗാമിൻ്റെയും ഇടക്കുള്ളതായ ഒരു സ്വഭാവത്തോടുകൂടി, ഒരു പ്രത്യേകമായ രൂപത്തിൽ. അതാണ് ഇഖ്ഫാ. ആരിൻ ആനി തഷ്ദീദ്, ഷദ്ദിൽ നിന്ന് ഒഴിവായ നിലക്ക്, അക്ഷരത്തിന് ഷദ്ദില്ലാത്ത വിധത്തിൽ. മഅ ബഖാഇൽ ഗുന്നതി ഫിൽ ഹർഫിൽ അവ്വൽ, ആദ്യത്തെ അക്ഷരത്തിൽ ഗുന്നത്ത് നിലനിർത്തിക്കൊണ്ട്, അവശേഷിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന രീതി. അതിനാണ് സാങ്കേതികമായി, ഇസ്തിലാഹിയായി ഇഖ്ഫ എന്ന് പറയുക. ബിസിഫത്തിൻ ബൈനൽ ഇൽഹാരി വൽ ഇദ്ഗാം, ഇൽഹാറുമല്ല ഇദ്ഗാമുമല്ല എന്ന് പറഞ്ഞാൽ ശബഹും ബിൽ ഇൽഹാർ വ ശബഹും ബിൽ ഇദ്ഗാം. ഇദ്ഗാം പോലെയോ ഇൽഹാർ പോലെയോ ആവാം, രണ്ടിലേക്കും ഒരു ശബഹ്. അപ്പോൾ രണ്ടുമല്ലാത്ത വിധത്തിലുള്ള ഒരു ഉച്ചാരണം. കമാഫി മുഖാലഫത്തുല്ലഹുമ, അത് രണ്ടുമല്ലാത്ത വിധം, രണ്ടിനോടും മുഖാലഫത്ത് പുലർത്തിക്കൊണ്ട്. അത് നമുക്ക് താഴെ വരുന്ന ജദ്വലിൽ, അതിൻ്റെ പട്ടികയിൽ വെച്ച് മനസ്സിലാക്കാം എന്നാണ് പറയുന്നത്. ഷദ് വരാത്ത വിധത്തിൽ എന്ന് പറഞ്ഞു. ആരിൻ അനി തഷ്ദീദ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതക്ഷരത്തെയാണോ ഇഖ്ഫ ചെയ്യുന്നത്, അൽ ഹർഫുൽ മുഖ്ഫ, അത് നിലനിൽക്കുന്നു മുസ്തഖില്ലൻ അൻ സൗത്തിൽ ഹർഫിൽ മുഖ്ഫ ഇൻദഹു. ഏതക്ഷരത്തിൻ്റെ അടുക്കലാണോ ഇഖ്ഫ ചെയ്യപ്പെടുന്നത്, ആ അക്ഷരത്തിൽ നിന്നും സ്വതന്ത്രമായി മാറി നിൽക്കുന്നു അതിൻ്റെ ശബ്ദം. മുഖ്ഫ ആയ അക്ഷരം, രണ്ടക്ഷരങ്ങളാണ് ഇവിടെ. ഒന്ന് മുഖ്ഫ, അതായത് സാക്കിന മീം ഇവിടെ നമ്മുടെ മുമ്പിലുള്ളത്. നൂന തൻവീനും അവിടെയും ഉണ്ടാകും. മുഖ്ഫ എന്ന് പറയും. അത് മുസ്തഖില്ലായിരിക്കും, മാറി നിൽക്കും സ്വതന്ത്രമായിട്ട്. അൻ സൗത്തിൽ ഹർഫിൽ മുഖ്ഫ ഇൻദ, രണ്ടാമത്തെ അക്ഷരം ശേഷം വരുന്ന അക്ഷരത്തിൽ നിന്നും, അതിൻ്റെ ശബ്ദത്തിൽ നിന്നും ഇത് മാറും എന്നതാണ്. അതായത് ലയിപ്പിക്കപ്പെടുന്നത് പോലെയല്ല എന്നർത്ഥം, ഇദ്ഗാം പോലെയല്ല. വമഅന മഅ ബഖാഇൽ ഗുന്നതി ഫിൽ ഹർഫിൽ അവ്വൽ എന്ന് പറഞ്ഞത് ഏതക്ഷരമാണോ ഇഖ്ഫാ ചെയ്യപ്പെടുന്നത്, അതായത് ഇവിടെ മീമ്, ആ അക്ഷരത്തിൽ മണിക്കൽ നിലനിൽക്കുന്നു. വലാ യകൂനു മഅ സൗത്തിൽ ഹർഫിൽ മുഖ്ഫ ഇൻദ, അത്
മണിക്കുന്നത്, ആ മണിക്കൽ എന്ന അവസ്ഥ ഈ മീമനാണ്, അല്ലെങ്കിൽ ആദ്യത്തെ മുഖ്ഫ ആയ അക്ഷരത്തിനാണ്, രണ്ടാമത്തെ അക്ഷരത്തിനല്ല എന്നർത്ഥം. അപ്പോൾ ഇത്രയുമാണ് ഇഖ്ഫാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇനി സാക്കിനത്തായ മീമിനെ ഇഖ്ഫാ ചെയ്യുമ്പോൾ എങ്ങനെയാണത്? ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തുഖ്ഫൽ മീമു സാക്കിനതു ബിഗുന്ന. അൽ മീമു സാക്കിന, സാക്കിനത്തായ മീം ഇഖ്ഫാ ചെയ്യപ്പെടും ഗുന്നത്തോടുകൂടി, മണിക്കലോടുകൂടി. ഇദാ അതാ ബഅദഹാ ഹർഫുൻ വാഹിദുൻ, അതിനുശേഷം ഒറ്റ അക്ഷരം വന്നാൽ വഹുവൽ ബാഉ, അത് ബാ ആണ്. ഉദാഹരണം തർമീഹിം ഹിം ബിഹിജാറ വമാ ഹും ബിമുഅ്മിനീൻ. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടാവും, ശ്രദ്ധിക്കുന്നുണ്ടാകും. ഇവിടെ ആ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നു, അതിൻ്റെ കുറിപ്പ് എന്താണ്? ഷക്ലു ഷഫതൈനി ഇൻദ നുത്ഖിൽ മീമിൽ മുഖ്ഫ. ഇഖ്ഫാ ചെയ്യപ്പെടുന്ന മീം ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളുടെ രൂപം. വയകൂനു, അത് എങ്ങനെയാണ് ആ രൂപം? ബിൻതിബാഖിഹിമാ, അടിവരയിടേണ്ട കാര്യമാണ്. ബിൻതിബാഖിഹിമാ, ഇത് രണ്ടിനെയും, രണ്ട് ചുണ്ടുകളെയും ഇന്തിബാഖ് ചെയ്യുക, ചേർത്ത് വെക്കുക. ഇങ്ങനെ ചുണ്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട്. അലാ ബഅദിഹിമ, ഒന്ന് മറ്റൊന്നിലേക്ക് ഒട്ടിച്ചു വെച്ചുകൊണ്ട്. ദൂന മുജാഫാത്തിൻ വലാ കസ്സിൻ, വിടവ് വരുത്തിക്കൊണ്ട്. വലാ കസ്സിൻ, അമർത്തി വെച്ചുകൊണ്ടും അല്ല. ഈ രണ്ടവസ്ഥയും പാടില്ല. മുജാഫാത്തും പാടില്ല, കസ്സും പാടില്ല. മുജാഫാത്ത് എങ്ങനെയായിരിക്കും? ചിലർ അങ്ങനെ ഓതാറുണ്ട്, അത് തെറ്റാണ്. എങ്ങനെ? തർമീഹിം ബിഹിജാറ എന്ന് പറയും. വമാ ഹും എന്ന് വിടവ് വരുത്തിക്കൊണ്ട് പറയാം. വമാ ഹും ബിമുഅ്മിനീൻ. എന്നാൽ തർമീഹിം എന്ന് ഇൽഹാറിൻ്റെ അവസ്ഥയിലുള്ളതുപോലെ പൂർണ്ണമായും അമർത്തി വെക്ക്, കസ്, അത് പാടില്ല. വമാ ഹും എന്നിങ്ങനെ അമർത്തി വെച്ച് ചുണ്ടുകളെ പരസ്പരം നന്നായി പ്രസ് ചെയ്തുകൊണ്ട് പറയാം, അതും വേണ്ട. മറിച്ച് തർമീഹിം ബിഹിജാറ വമാ ഹും ബിമുഅ്മിനീൻ എന്നിങ്ങനെ ഇന്തിബാഖോടുകൂടി ഉച്ചരിക്കലാണ് ഇഖ്ഫാ, അവ്യക്തമാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കസ്സോടുകൂടി അമർത്തി വെച്ച്, അല്ലെങ്കിൽ ഇൽഹാറിൽ ഉണ്ടാകുന്ന അവസ്ഥയല്ല ഇഖ്ഫായിലുള്ളത് എന്നത് മാത്രമേ ഇഖ്ഫാ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു, ഇഖ്ഫാ എന്നതിൻ്റെ ലക്ഷ്യമാക്കപ്പെടുന്നുള്ളൂ. മറിച്ച് വിടവ് വരുത്തിക്കൊണ്ട് ഓതലല്ല ഇഖ്ഫാ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലർ വിടവ് വരുത്തി ഓതുന്നതിന് ന്യായം പറയാറുള്ളത്, നൂനുസാക്കിന തൻവീനിൽ എങ്ങനെയാണോ ഇഖ്ഫാ, അതേപോലെ അതിൻ്റെ മഖ്റജിൽ നിന്ന് നാവിനെ അകറ്റുന്നത് പോലെ ഇവിടെയും ഒരു വിടവ് വേണം എന്നാണ്. യഥാർത്ഥത്തിൽ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അതൊരു തക്കല്ലുഫാണ്, തഅസ്സുഫാണ്, ഒരു കീർത്തിച്ചുണ്ടാക്കലും ഒരു പ്രയാസപ്പെടുത്തലുമാണ് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. ബാറക്കല്ലാഹു ഫീക്കും. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലാവാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്.